റെഡി 1 2 റെഡി 1 2 എത്ര പറഞ്ഞേ ഞാൻ ഈ കൈ വെക്കുമ്പോ താൻ ആ കൈ വെക്കണം പറിക്കല്ലേ ഡാൻസേട്ട കാത് കാതിലെന്ത് ഒലക്കിയിട്ടേക്കുന്നത് കുറേ നേരെ ഇനി നമുക്ക് ചൂലെടുക്കാൻ സമയമായോ ഈ ചൂലൊക്കെ എടുക്കാൻ 3 ചൂലുണ്ട് ഇവിടെ ഇത് എന്തിനാണ് ഉപയോഗം എനിക്കറിയില്ല എന്നാലും ഇതുകൊണ്ടൊക്കെ എന്തെങ്കിലും ചെയ്യണ്ടേ നമ്മള് കണ്ടപ്പോ അയ്യോ കണ്ണിനിട്ട് കുത്തല്ലേ കണ്ണിനുള്ളിൽ ഇതിന്റെ അടിയിലാണ് അതിന്റെ ഉള്ളിലാണ് വാട്ടർ ലൈനില് വേണമെങ്കിൽ വരക്കാം കണ്ണില് പിടിക്ക് വെറുതെ കണ്ണില് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ദി ആൻഡ് ഡാനി. ഇന്നപ്പോൾ എന്താണ് പറയൂ ഇന്ന് എപ്പോഴും ഞാൻ സ്വയമല്ലേ മേക്കപ്പ് ചെയ്യണത്. നമ്മളൊരു വീഡിയോ ഒക്കെ ചെയ്യുമ്പോ നമ്മൾ സ്വയം തന്നെയല്ലേ മേക്കപ്പ് ചെയ്യണത്. അപ്പൊ ഇന്ന് എന്റെ മേക്കപ്പ് ഡാൻസേട്ടനാണ് ചെയ്തുതരാൻ പോകുന്നത്. അപ്പൊ ഒരു ചാൻസ് കൊടുത്തു നോക്കാം എങ്ങനെയുണ്ടെന്ന്. ഒരു 8ന്റെ പണി എനിക്ക് കിട്ടുമെന്ന് ഉറപ്പായി. നോക്കാം. നമ്മള് അങ്ങനെ മേക്കപ്പ് ഒന്നും ചെയ്യാറില്ലെങ്കിൽ അത്യാവശ്യം പൗഡറൊക്കെ അടിക്കാറുണ്ട്. പിന്നെ നമ്മള് കുറച്ചൊക്കെ കലാവിരുദ്ധതൊക്കെ അറിയാം, ചെയ്തിട്ടൊക്കെ കണ്ടിട്ടുണ്ടാവും. എന്നാലും ഓരോ ഐറ്റവും എന്താണെന്ന് അറിയില്ലല്ലോ. എന്താണെന്ന് അറിയില്ലെങ്കിൽ നമുക്ക് ഇയാളെ മുഖത്ത് കുറച്ച് കലാസൃഷ്ടികളൊക്കെ ചെയ്ത് നോക്കാം. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം നമുക്ക് മുഖത്ത് ഫസ്റ്റ്. അപ്പൊ ഞാനിപ്പോ മുഖത്തൊന്നും യൂസ് ചെയ്തിട്ടില്ല. ചുണ്ടിൽ ഇത്തിരി ലിപ് ബാം ഇട്ടിട്ടുണ്ട്. വേറെ ഒന്നും ചെയ്തിട്ടില്ല. മോയ്സ്ചറൈസർ ഒന്നും ഇട്ടിട്ടില്ല. അതൊന്നും ചോദിക്കാൻ പാടില്ല, സ്വയം ചെയ്യുക. ആദ്യം നമുക്ക് ഇനി എന്തെങ്കിലും മേക്കപ്പ് മുഖത്തുണ്ടെങ്കിൽ ഒന്ന് റിമൂവ് ചെയ്തേക്കാം. അതെ, എന്തായാലും ഇട്ടിട്ടുണ്ടാകുന്ന നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് അറിയണ്ടേ. എല്ലാം തുടച്ചെടുക്കട്ടെ. ഒന്നും ഇട്ടിട്ടില്ല. ഞാൻ ചെയ്യണതിന്റെ ഗുണം എന്താണെന്ന് അറിയുള്ളൂ. ഞാന് കാതിലേന്ന് പറിച്ചു കളയല്ലേ. കാത് മേക്കപ്പ് ചെയ്യണ്ട. ഞാൻ ചരിഞ്ഞിരുന്നു തരാം ഡാൻസ്. അപ്പൊ സുഖമായില്ലേ. ഇനി ഒന്ന് വെറുതെയിരുന്നു ഞാൻ ചെയ്തോളാം. ഇനി നമുക്ക് ഫസ്റ്റ് ഇനെന്താ പറയണ്ട ഫസ്റ്റ് ഒന്ന് എന്താ അത് ഒച്ചി പറ കേക്കണ്ടേ. ഇറങ്ങിയിരുന്നു അതൊന്നും വിഷയമില്ല. ഞാൻ ചെയ്തോളാം. ഇറങ്ങിയിരുന്നു. അലോവേര ജെൽ അപ്ലൈ ചെയ്യാം കേട്ടാ. ലൈറ്റ് ആയിട്ടേട്ടുള്ളൂ മോയ്സ്ചറൈസർ. കുറച്ചെങ്കിൽ കുറച്ച് കൊറേ ടൈം എന്നെ മുഖത്തോണ്ടിടുമ്പോ പുട്ടിയടി ചൊല്ലിരിക്കും. എനിക്ക് തുടക്കാൻ തുണികളൊക്കെ ഉണ്ട്. നോക്കണേ എന്റെ മേക്കപ്പ് എങ്ങനെയൊക്കെയാണ് നോക്കണേ. ലാസ്റ്റ് നിങ്ങൾ എന്റെ മേക്കപ്പ് ചെയ്യാനൊക്കെ ഒന്ന് വിളിക്കണോട്ടാ. എന്തായാലും നമ്മള് പല പല തൊഴിലുകളും പഠിക്കുന്നതാണ്. അതെ, ഇത്ര നേരായി മോയ്സ്ചറൈസർ ഇട്ടോണ്ടില്ല. ഇനി നമുക്ക് ലേഡീസ് ഉപയോഗിക്കുന്ന എന്താണ് വൈറ്റ് ടോൺ, അതായത് പുട്ടി മതിലടിയില്ല പുട്ടി. മതിലടിക്കുമ്പോ പ്രൈമർ എന്ന് പറയും, ഇവരടിക്കുമ്പോ വൈറ്റ് ടോൺ എന്ന് പറയും. വൈറ്റ് ടോൺ വേണമെന്നില്ല, കുറച്ച് തേക്കാം. നമുക്കപ്പോൾ പ്രൈമർ അടിക്കാം. നമുക്കൊന്ന് 2-3 മിനിറ്റ്സ് ഒന്ന് വലിയാൻ വെക്കണ്ടേ. ഇതുണ്ടോ ഒരുപാട് തേച്ച് വെച്ചേക്കണേ. അയ്യോ എന്നെ തോണ്ട.
എന്ത് വേണമെങ്കിലും ചെയ്യാം. ഇന്നത്തെ ദിവസം ഡാൻസ് വിട്ടെന്നങ്ങനെ നമ്മുടെ മാക്സിമം പറ്റാവുന്ന കലാസൃഷ്ടികളൊക്കെ നമുക്ക് ചെയ്യാം. വൈറ്റ് ഓൺ വേണ്ടെന്ന് അയാൾ പറഞ്ഞു. പക്ഷെ വൈറ്റ് ഓൺ ഇവിടെ ഉണ്ട്. കുറച്ച് മതി, കുറച്ച് തന്നെ ഉള്ളു, കുറച്ച് മതി. ലൈറ്റ് മേക്കപ്പ് ചെയ്യാൻ ഉദ്ദേശിക്കണം. അപ്പൊ അത് കഴിഞ്ഞു. ലൈറ്റ് ആണോ ഡാർക്ക് ആണോന്ന് വെച്ചാൽ ഇത് ചെയ്യുമ്പോ അറിയാം. എന്തായാലും നമ്മൾ ആദ്യമായിട്ടുള്ള മേക്കപ്പ് ചെയ്യാനല്ലേ, ഡെയിലി കുട്ടിടിയൊന്നുമില്ലല്ലോ നമുക്ക്. അപ്പോൾ അതിന്റെ ഒരു ഇത് എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഈ ബ്രഷും ഈ ഇതൊക്കെ ഉണ്ടായിട്ട് പിന്നെ കൈയോട് ചെയ്യണം. ഏത് പ്രശ്നം? അല്ല ആയിട്ടോ തിരിഞ്ഞു നോക്കട്ടെ. ആയിക്കോട്ടെ. ഏകദേശം ഒക്കെ ആയിട്ടുണ്ട്. ഒന്ന് വലിയിട്ട് അല്ലേ, വലിഞ്ഞിട്ട് അടുത്തിടാം. എന്തായാലും ഡാൻസറിന് മേക്കപ്പ് ചെയ്യാൻ പറ്റുമെന്ന് ഒരു ഐഡിയ കിട്ടും. അപ്പോൾ ആളെ മുഖമൊക്കെ ഉണങ്ങിയിട്ടുണ്ട്. നമുക്ക് അടുത്ത സിസി ക്രീം അപ്ലൈ ചെയ്യാം. ബ്ലെൻഡ് ചെയ്തിട്ട് മതിയാവും. ഇതെന്താണ് എന്നോടാ ചോദിക്കണ? നിങ്ങൾ എന്നെ കണ്ടോട്ടാ. ഇതും ഒരു തരം കുട്ടിയാണ്. മനസ്സിലാക്കാട്ടാ. കൂടുതൽ പറഞ്ഞ ഈ മേക്കപ്പ് എവിടെ എത്തൂല. ഇതിലുണ്ടോ? നമ്മളെടുക്കുന്നോളൂ. നമുക്കിത് പയ്യെ ബ്ലെൻഡ് ചെയ്യാം. ബ്ലെൻഡ് ചെയ്തിട്ട് നമുക്ക് ഈ സാധനം കൊണ്ട് പയ്യെ ടച്ച് എടുക്കാം. പിന്നെ ഗേസ് ഇത് വെച്ച് ഒരക്കാൻ പാടില്ല കേട്ടോ. സോഫ്റ്റ് സ്കിന്നല്ലേ, ടച്ച് എടുക്കും. സോഫ്റ്റ് ആണ് സ്പോഞ്ചും. അതിനിങ്ങനെ ചൂണിട്ട് തന്നെയാണ്. കൂളായിട്ട് ഇരുന്നാ മതി കേട്ടോ. ഞാൻ കൂളായിട്ട് ഇരിക്കണം. ചെയ്യാം. നിങ്ങളുടെ മേക്കപ്പും ആണുങ്ങളുടെ മേക്കപ്പ് മോശമൊന്നുമില്ല അല്ലേ? ഫിലിമിനൊക്കെ പോയ ആണുങ്ങളല്ലേ മേക്കപ്പ് പിന്നെ മേക്കപ്പ് മാൻ. നിങ്ങളിത് കണ്ടിട്ട് ഇഷ്ടപ്പെട്ട് എന്നെ വിളിക്കണുണ്ടോ കല്യാണത്തിലൊക്കെ മേക്കപ്പ് ചെയ്യാൻ? ആദ്യത്തെ വർക്ക് ഫ്രീ ആയിട്ട് ചെയ്യാം. കണ്ടതിനിട്ട് തീരുമാനിക്കട്ടെ ആളുകള്. പറിക്കല്ലേ ഡാൻസേട്ട കാതിലെന്ത് ഒലക്കിയിട്ടേക്കുന്നത് കൊറേ നേരെ. ഞങ്ങൾക്ക് കാത് നോക്കണ പണിയൊന്നുമില്ല. മേക്കപ്പ് കഴിഞ്ഞ കാതിൽ കമ്മലിട്ടാ മതി. മുഖം കാണിക്ക്. മേക്കപ്പ് ഒന്നും ചെയ്യാണ്ട് കമ്മലെങ്കിലും ഇട്ട് വന്നിരിക്കണ്ടേ? നല്ല മേക്കപ്പ് ചെയ്തിട്ട് നല്ല ഭംഗി ഉണ്ടാവുള്ളൂ. വ്യത്യാസം ഉണ്ടാ? സ്റ്റൈലായിട്ടൊക്കെ ഫൗണ്ടേഷൻ. ഇനി അതിന്റെ പുറത്ത് നമുക്ക് എന്താ ചെയ്യേണ്ടത്? കുറച്ച് പൗഡർ ഇടാല്ലേ? ഈ പൗഡർ കോമ്പാക്ട് പൗഡർ. കോമ്പാക്ട് താഴെ വീണ് പൊട്ടി.
ഒരു കോമ്പാക്ട് പൗഡർ കൊണ്ട് ടച്ച് കൊടുക്കാം. കോമ്പാക്ട് പൗഡർ ഒക്കെ ഡാൻസ് ചെയ്യണം അറിയാട്ടാ. കാരണം ഡാൻസ് ചെയ്യുന്ന എവിടെയെങ്കിലും പോകുമ്പോ ഞാൻ ഇത്തിരി ഇട്ടേറ്റ് എന്ന് പറഞ്ഞ് പുറകെ കിടക്കും. ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്യണം. കമ്മലിയാണുമ്പോ പേടിയാവും. അങ്ങനെയൊന്നും പിടിക്കണ മര്യാദ പിടിച്ചാൽ ഞാൻ ചെയ്തോളാം. ഡാൻസ് ചെയ്യുന്നതിനെ ചിരിപ്പിച്ചിട്ടല്ലേ. മര്യാദ നോർമലായിട്ടൊന്നും ഞാൻ ചെയ്തോളാം. മതി. കഴിഞ്ഞില്ല ഇതൊക്കെ ലൈറ്റ് ആയിട്ട് ജസ്റ്റ് ഒന്ന് ടച്ചപ്പ് ചെയ്യുള്ളൂ. ലൈറ്റ് ആയിട്ട് ഞാൻ കഴുത്തിലൊക്കെ ചെയ്യണ്ടേ? കഴുത്ത് ചെയ്യണ്ടേ? ഇക്ലി ആണോ? അതും ഉള്ളു. പിന്നെ ഇക്ലി മത്സരം നടത്തിയാൽ മതിയായിരുന്നു. മതിയെങ്കിൽ മതി. ഇനി നമുക്ക് ചൂലെടുക്കാൻ സമയമായോ? ഈ ചൂലൊക്കെ 3 ചൂലുണ്ട് ഇവിടെ. ഇത് എന്തിനാണ് ഉപയോഗം എനിക്കറിയില്ല. എന്നാലും ഇതുകൊണ്ടൊക്കെ എന്തെങ്കിലും ചെയ്യണ്ടേ നമ്മള്. നെക്സ്റ്റ് എന്താണ് ഇനി? ബ്ലഷ് ആണ്. I don't know. ബ്ലഷ് ഇടോ? ബ്ലഷ് ഇടാറായ പറഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല. പറഞ്ഞൊന്നും തരാൻ പാടില്ല. അതൊക്കെ വായിച്ച് നോക്കിയിട്ടൊക്കെ ചെയ്യാം. അങ്ങനെ വായിച്ചു. ഞാൻ മേക്കപ്പ് മാനാണ്. എന്തായാലും മൊത്തറിനല്ല. മൊത്തറിനത് വായിച്ചു നോക്കിടാൻ ചേട്ടാ. ഇത് കൺസീലർ. കൺസീലർ ഇടാവോ? ഇപ്പൊ ഇതിലെടുത്തിട്ടല്ല. അയ്യോ, പിന്നെ അതിൽ ആപ്ലിക്കേറ്റർ ഉണ്ടല്ലോ ഓൾറെഡി. അതുകൊണ്ടല്ലേ മുഖത്തിടണത്. എന്തിനാ കൺസീലർ? കൺസീലർ ഉള്ളത് അധികം പാച്ച് ഉള്ള സ്ഥലത്ത് പാച്ച് അടക്കാനാണ് ഞാൻ കൺസീലർ ഉള്ള. എവിടെയെങ്കിലും പാച്ച് നോക്കട്ടെ. നമുക്ക് ഇവിടെ ഒരു കുഴിയാണ്. അതായത് നമ്മുടെ മതിലേക്ക് അടിക്കുമ്പോ പുട്ടിട്ട് ഹോളടക്കും. അത് ഞാൻ തോന്നണട്ടാ. നീ ലേഡീസ് നിങ്ങൊന്നും വിചാരിക്കരുത്. ഞാനൊരു ഐഡിയ പറഞ്ഞാണ്. കൺസീലർ പറഞ്ഞോണ്ടാണ്. അവിടെ ഒന്നുമില്ലല്ലോ. ഒന്നുമില്ല. ഞാൻ തീരുമാനിക്കണേ എവിടെയൊക്കെ ഉണ്ടെന്ന്. ഞാൻ ചെയ്യുമ്പോ എന്റെ ഇഷ്ടത്തിന് എനിക്ക് അവിടെയൊക്കെ ഉണ്ടെന്ന് തോന്നും. ടച്ച് ചെയ്യട്ടെ. കറുത്ത പാടുണ്ട്. മനസ്സിലായി. കൺസീലർ എന്തിനാണ്? ഇവരൊക്കെ നന്നായിട്ട് ഞാൻ ചെയ്യുന്നുണ്ട്. അവിടെ മറമറ ബസൂരിക്കുത്തൊക്കെ കടച്ചിലായിട്ട് മാർ ചിരിക്കല്ലേ. ഇവിടെ മൂക്കിലൊരു പാടുണ്ട്. എനിക്ക് വയ്യാട്ട ചിരിച്ചിട്ട്. നമുക്ക് ഇത് വെച്ചൊന്ന് പാച്ച് ചെയ്യാം അല്ലെ? ഇത് വെച്ചൊന്ന് അല്ലേ? എനിക്കറിയില്ല. അറിയാൻ ഇതാണെന്ന് അത് വെച്ചൊന്നൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഒന്ന് ലയിപ്പിക്കേണ്ടത് വിചാരിക്കണ്ട. ഗൈസ് മേക്കപ്പ് മാനായിട്ട് കൊണ്ടോ? ഗൈസ് ഞാൻ ചെയ്തത് ശരിയാണോ? ശരിയാണെങ്കിൽ കമന്റ് ഇടണോണ്ടാ. ഞാനൊന്ന് ലയിപ്പിക്കാനോണ്ടാ. നീ ഇത്രയും പ്രതീക്ഷ ഉണ്ടാവൂല. മേക്കപ്പിനെ കുറിച്ച് കലാവിരുതിനെ കുറിച്ച് നിങ്ങൾ കമന്റ് ചെയ്യണേ. ഞാൻ ലാസ്റ്റ് രാവിലെ മേക്കപ്പ് ചെയ്യാൻ പറയരുത്. ഞാൻ വീഡിയോ ചെയ്യാൻ ഡാൻസ് ചെയ്യാൻ വിളിക്കും. ഡാൻസ് ചേട്ടാ വരൂ. അപ്പൊ എനിക്ക് ഇങ്ങനെ ഇരുത്തന്നാ മതിയല്ലോ. ഒരു കൺസീലർ ഇപ്പോഴും ഉപയോഗിച്ചേക്കണേ തോന്നുന്നു. കൺസീലർ ഞാൻ യൂസ് ചെയ്യാറില്ല. അത്
യൂസ് ചെയ്യുമ്പോ എനിക്ക് ഇങ്ങനെ ഭയങ്കര പുട്ടി അടിച്ച പോലെ ഫീൽ ചെയ്യും. എല്ലായിടത്തും ഇടാൻ എല്ലായിടത്തും പാച്ചപ്പില്ലല്ലോ. അടിപൊളിയായിട്ട് ഇട്ടോ. ശരിക്കും കൺസീലർ അണ്ടർ ഐ ഇവിടെ ബ്ലാക്ക് ഉണ്ടാവൂലേ, ഇവിടെ ഇടും, അവിടെ ഇടും. സ്റ്റൈലായിട്ട് ഫൗണ്ടേഷൻ ഒക്കെ ഇട്ട് കൺസീലർ കിട്ടാൻ ഹോളൊക്കെ അടച്ചിട്ടുണ്ട്. നെക്സ്റ്റ് എന്താണ് എനിക്ക് കയറി പിടുത്തൂല. ബ്ലഷ് ആണ്, ബ്ലഷ് വേണ്ട വേണ്ട. അടുത്ത ബ്ലഷ് അടിക്കാല്ലേ. ഡാനിയൽ ബ്ലഷ്. ബ്ലഷ് ഒന്നും ഞാൻ യൂസ് ചെയ്യാറില്ല. ഞാൻ ലിപ്സ്റ്റിക് കൊണ്ട് തന്നെ ലൈറ്റ് ആയിട്ട് ഇങ്ങനെ. ഞാനിപ്പോ അടുത്ത ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റ് റെഡിയായി കഴിഞ്ഞു. ഡാനിയൽ ബ്ലഷ്, ഡാനിയൽ ബ്ലഷ് ദിയ. ഇതെന്താണിത്? ഈ ചൂലോണ്ട് ഇതൊക്കെ അങ്ങനെ അടിക്കൂല. കൊറേ ഒന്നും അടിക്കണില്ല. തട്ടിട്ട് വേണം. അല്ലെങ്കിൽ മറ്റേ കഥകളിക്ക് ഇതിട്ട് പോലെ ഉണ്ടാവും. അപ്പൊ ഞാൻ ഈ ചൂല് കൊണ്ട് ഒരു പ്രയോഗം നടത്തി പോകട്ടെ. എവിടെ ബ്ലഷ് ഇടേണ്ടത്? കൗളില്, കൗളിലിടണം ബ്ലഷ്. അനങ്ങാണ്ട് രഹസ്യമാണ്. കൗളിലല്ല ലൈറ്റ് ആയിട്ട് തട്ടിട്ട് വേണേ. കഥകളിക്ക് കത്തി വേശം എന്ന് പറയണ ഇതാണ്. അത് ഞാൻ തുടച്ചു തരാം. ആ പോയാലൊന്നും ഇടല് പോയി. ഡാൻസ് എല്ലാം അറിയാലോ ഡാൻസ് ചേട്ടാ. എങ്ങനെയുണ്ട്? ലൈറ്റ് ആയിട്ടുള്ളൂ. ഇനി നമുക്ക് ഐഷാഡോ പാലറ്റ് അല്ലേ? ഇത് പാലറ്റാ പ്ലേറ്റാ? ഐഷാഡോ പാലറ്റാന്ന് എന്റെ ഉദ്ദേശം പറയണം. ഇത് വെച്ച് കണ്ണിന്റെ മേളിൽ വരക്കും അല്ലേ? ഇതിന്റെ എന്ത് വെച്ചാ വരക്കണത്? എല്ലാം അറിയാലോ ഇപ്പൊ. എന്ത് വെച്ചാ വരക്കണത്? അതിനുള്ളൊരു എക്യുപ്മെന്റ്സ് ഇത് അത്രക്ക് എനിക്ക് അറിയാം. പറഞ്ഞുതരാം. അയ്യോ അതിന്റെ ബ്രഷ് എടുത്തിട്ടില്ല. അപ്പൊ അതിന്റെ ബ്രഷ് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ബ്രഷും ഉണ്ട്. കണ്ണിന്റെ മേളിൽ ഏത് കളർ? ലൈറ്റ് കളർ എടുക്കാം അല്ലേ? തൊട്ടപ്പോ തന്നെ ബേസ് ഇപ്പൊ തൊട്ടില്ലേ? അതൊരു ഇത് വേണം. അതായത് നിങ്ങൾ ആണുങ്ങളെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത്. ചെയ്യില്ല. കണ്ടിട്ട് കുത്തരുത് കേട്ടോ. നൈറ്റായിട്ട് ചെയ്യണുള്ളൂ. അപ്പുറത്തെ പോകണമെങ്കിൽ കണ്ണ് കൂട്ടി തുറന്നു മതിയാ നോക്കി. കുറച്ചുകൂടെ ഇപ്പൊ ഇങ്ങനെ ആഞ്ഞോ നിവർന്നിരി. എന്താണ് ഇങ്ങനെ ചെയ്യുന്നത്? കണ്ണെന്ന് കാണിച്ചു കൊടുത്തേ. നമുക്ക് അതിന്റെ മേലെ ഡാർക്ക് ഷെയ്ഡ് അടിക്കാം. ഇതെടുക്കാം അല്ലേ? ഐ ഡോണ്ട് നോ. ഇതായിരിക്കും എടുക്കണത്. ഇതെടുക്കാം. എനിക്ക് ഇഷ്ടപ്പെട്ട കളറും എല്ലാം അറിയാലോ ഡാൻസ് ചേട്ടന്. ഡാൻസ് ചേട്ടന് മേക്കപ്പ് ചെയ്യുമ്പോൾ ഒളിഞ്ഞു നോക്കാറുണ്ടെന്ന് തോന്നുന്നത്. ബർഗണ്ടി ആണ്. ബർഗണ്ടി കളർ അല്ലേ അത്? ആ ബർഗണ്ടി കളർ. കുഞ്ഞു കണ്ടായിട്ട് പിന്നെ അതൊന്നും ഇല്ല. അങ്ങനെയാണത്. അതിനൊത്തിരി ആദ്യം എടുത്താൽ കളർ വരുള്ളൂ. So good.
ഞാൻ മേക്കപ്പ് ചെയ്യുന്നേക്കാളും ഡാൻസറെ മേക്കപ്പ് ചെയ്ത് എനിക്ക് ഇഷ്ടപ്പെടും തോന്നുന്നുണ്ട് ലക്ഷണം കണ്ടിട്ട്. പണി കഴിഞ്ഞു. പണിഷ്മെന്റ് വരും പറഞ്ഞിട്ട് എനിക്ക് ഇഷ്ടപ്പെടും തോന്നുന്നുണ്ട്. ഇനി എന്താണ് എന്താണ് പരിപാടി? അടുത്ത പരിപാടി എന്താണ്? കണ്ണെഴുതുക എന്താണ് സംഭവം? കണ്ണെഴുതാനുണ്ട്, ഐബ്രോസ് ചെയ്താനുണ്ട്. എഴുതാ ഇതിനകത്ത് വല്ലതും ഉണ്ടോ? ഈ പേന വെച്ച് അങ്ങനെ എഴുതുന്നത് അത് ടെസ്റ്റ് മേളിൽ വരക്കണം അല്ലേ? കണ്ണിന്റെ ഉള്ളില് മേളില് ആദ്യം മേളിൽ വരക്കാം, ആദ്യം കണ്ണിന് താഴെ വരക്കും, എങ്ങനെയെങ്കിലും ചെയ്യും. താഴെ ഉള്ളിൽ വരക്കണ്ട അപ്പൊ? ആ ഉള്ളില്. അയ്യോ കണ്ണിനിട്ട് കുത്തല്ലേ? കണ്ണിനുള്ളിൽ ഇതിന്റെ അടിയിലാണ് അതിന്റെ ഉള്ളിലാണ്? ഉള്ളില് വാട്ടർ ലൈനില് വേണമെങ്കിൽ വരക്കാം. കണ്ണില് പിടിക്ക് വെറുതെ കണ്ണില്. ആ കണ്ണിലിട്ട് കുത്തല്ലേട്ടാ, പേടിയാണോ? അയ്യോ ഫുള്ളാക്കാൻ പാടില്ല, ഒടിഞ്ഞു പോകും. ഒടിക്കല്ലേ ഡാൻസ് ചേട്ടാ? മതി 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 അളവൊക്കെ പറഞ്ഞോ കേട്ടോ. മതിയാ നോക്കി? ആയിട്ടില്ല, മഞ്ഞില്ലെന്നതില് അതറിയാൻ പാടില്ലാണ്ട് ഡാർക്കായിട്ട് വരും. ഫുൾ ബ്ലാക്ക് കരീന കപൂറൊക്കെ എഴുതണില്ല ടിവിയിൽ തെളിയിച്ചു കൊടുക്കണം. ആയിട്ടില്ല ഇപ്പോഴും. ഞാൻ ചെന്ന് പേടിയാണ്. അത്രയും വലിച്ചു പിടിക്കണ്ട, കുറച്ച് വലിച്ചാ മതിയല്ലേ ആവൂല. ഒരുപാട് വലിച്ചു പിടിക്കണ്ട, ഇവിടെ ഇങ്ങനെ വെച്ചിട്ടാ മതി. ആ അങ്ങനെ കണ്ണെഴുതാണ്ടിട്ടില്ലേ? വാലിട്ട് കണ്ണെഴുതാൻ മാല് വേണ്ട, പാല് വേണ്ട, ഉള്ളത് ഭംഗിയായിട്ട് ചെയ്യുന്നു. കുറച്ചുകൂടി ഡാർക്കാക്കാം, കുഴപ്പമില്ല. കൺമേളില് ഉള്ളിൽ കുറച്ചുകൂടി ആ പണിയിലെല്ലാം ഡാൻസ് ചെയ്തിട്ട് പേടിയാ. ഗൈസ് നോക്കി, ജീവിതത്തിൽ ആദ്യമായിട്ട് കണ്ണെഴുതി, ആദ്യമായിട്ട് ഭാര്യയുടെ കണ്ണെഴുതി തന്നു. അയ്യോ സൈഡിൽ കൂടെ വരാനല്ലേ? ഇനി മേളിൽ വരെ കമോണേട്ടാ. മേളിലൊക്കെ വരക്കുമ്പോ ഒരു ടിപ്പൊക്കെ ഉണ്ട്. കണ്ണ് തുറന്നൂടി, കളച്ചൂടി. മേലടിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല, നോക്കട്ടെ. ഇയാളെ ഇനി ഇരിക്കണ ഇരിപ്പുണ്ടില്ലേ ഇതിലേക്ക്? ആ അങ്ങനെ ഇരുന്ന അപ്പൊ നമുക്ക് ഇങ്ങനെ 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 ഇതാക്കി പിടിച്ചിട്ടൊക്കെ. അങ്ങനെയല്ല പിടിക്കണത്, ഇങ്ങനെ പിടിക്കണത്. വലിച്ചെറിഞ്ഞ് വീഴാൻ പറ്റും. ഐലൈനർ തീർന്നിരിക്കണേ, വാങ്ങണം. മതി, അത് മതി, അത് മതി. അപ്പുറത്ത് തന്നെ ഇപ്പൊ എങ്ങനെ വലിക്കുപ്പത്? ഇത് ഇങ്ങോട്ട് വലിക്കായിരുന്നു. വലിച്ചരാ. നോട്ടെ നമ്മളിടയ്ക്ക് ഒരു കലാകാരൻ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്.
മാറ്റം ഗേസ് മാറ്റം ഉണ്ടല്ലോ. മതിയല്ല അല്ലേ? കൊളാക്കണ്ട ഇനി. കൊള്ളമാക്കണ്ട. ഇനി അടുത്ത ഡ്യൂട്ടി എന്താണ്? ഇനി കണ്ണ് പൂർണ്ണമാണെങ്കിൽ ഒരു സാധനം കൂടി വേണം. ഒരു സാധനം കൂടി വേണം. എന്തോ ബ്രഷ് ഇങ്ങനെ അടിക്കും മേളിലേക്ക്. ആണോ? ആ ഒരു ബ്രഷ്. അയ്യോ, അതുകൊണ്ടടിക്കുമ്പോ മുഖത്തൊക്കെ വെച്ച് തേക്കല്ലേ കേട്ടോ. അങ്ങോട്ടല്ലേ ഇപ്പുറത്തെ കൈ കൊണ്ട് വലിക്കും. ഈ ബ്രഷ് കൊണ്ട് നമുക്ക് മേലിലേക്ക് അടിക്കാം. കൺപീലികൾ പണ്ട് ചിമ്മല്ലേ അതുകൊള്ള താത്തിപ്പിടിയാ പഠിച്ചു അടിച്ചോ. ഈ സൈഡ് അങ്ങോട്ട് എന്തോ പരിപാടി ഉണ്ട്. മതി 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 മതി. എങ്ങനെയുണ്ട് കേസ്? ഇവിടം വരെയൊക്കെ ഒരു ഇത് എത്തിച്ച്. ഇനി എന്താ ചെയ്യണമെന്ന് എനിക്ക് ഒരു പിടുത്തൂല. വെരി ഗുഡ്. ഇനി ഐബ്രോസ് ഉണ്ട്. ഐബ്രോസ്. ഇതാണ് ഐബ്രോസ്. ഇതാണ് ഐബ്രോസ്. ഐബ്രോസ് കുട്ടികളെ പിരിയാൻ പോലെ വരച്ചു. അപ്പുറത്തെ സൈഡ് ഉണ്ട്. രണ്ട് സൈഡ് ഉണ്ടല്ലേ? ആ, അത് ബ്ലാക്ക്, ഇത് ബ്രൗൺ. ഇതല്ലേ ബ്ലാക്ക്? ഇതാണ് ഇതുകൊണ്ടായി ഇതണം. ബ്രൗൺ കൊണ്ടാണ് ഇതണപ്പോ പറയണ്ടേ? ബ്ലാക്ക് നോക്കിയപ്പോ ഇവിടെ ബ്രൗൺ ആണ്. എനിക്ക് വരക്കാനൊക്കെ ചെറിയ കഴിവ് ചെറുപ്പത്തിലുണ്ടായിരുന്നു. അതുകൊണ്ട് അങ്ങനെയൊന്നും ഞാൻ മോശമാവൂല. വരക്കണമെന്ന് വന്നു നോക്കിയോ. മുന്നോട്ട് പോകും. ഒരു ആർട്ടിസ്റ്റിനെ കാണണ്ടേ? മുന്നോട്ട് പൊക്കോ. ചിരിക്കല് നമ്മുടെ ടെൻഷൻ ഉണ്ടാക്കല്ലേ. മേക്കപ്പ് മാൻ എന്തായാലും മോശമല്ല. നോക്കി തെളിഞ്ഞിട്ടില്ല, എന്നാലും കുഴപ്പമില്ല. അല്ല, ഓവർ തെളിക്കണ്ട. ചെയ്യണ ചെറിയ വരച്ചെന്ന് പറയാൻ നിൽക്കരുത്. കുറച്ചുകൂടി ഡാർക്കാക്കാം. ബ്രൗൺ അല്ലേ, അതുകൊണ്ട് വലിയ ബോർ ഉണ്ടാവും. ചിരിക്കാൻ പാടില്ല. എനിക്ക് ചിരി വന്നു. കണ്ണു നോക്കൂ. പ്രിയം ബുക്ക് ഷേപ്പിൽ വരച്ചെടുക്കണം. ഇനി വേണ്ട, ബോറാവും. പടം വരക്കാനൊക്കെ നല്ല കഴിവുണ്ട് കേട്ടോ. അതുകൊണ്ട് അപ്പോൾ എന്നക്ക് പറ്റാവുന്ന രീതിയിലൊക്കെ ഇതൊക്കെ ഇവര് അതിന്റെ ഒരു കലാവിരുദ്ധ കാണുന്നുണ്ട്. നെക്സ്റ്റ് എന്താണ്? ഒരുതപ്പെട്ടൊക്കെ വരച്ച് കഴിഞ്ഞാൽ ഒന്നും ഇല്ലല്ലോ. എന്താണ് ഇതെന്താ സംഭവം? വായിച്ചു നോക്കൂ. കളർ ബാർ. എന്താണത്? ഇനി എവിടെ കളർ അടിക്കാനത്? തിരിക്കാനെന്ന് എനിക്കറിയാം. നമ്മളെ പറഞ്ഞതിൽ ഒടിഞ്ഞു പോല. തിരിക്കണം ഇങ്ങനെ. ഞാൻ അധികം അഹങ്കാരം ഒന്നുമില്ല. അറിയാൻ പാടില്ലാത്ത അറിയാൻ പാടില്ല. അപ്പൊ ഒന്ന് കാണിച്ചെന്നാൽ നമ്മൾ ഒടിച്ചളഞ്ഞെന്ന് പറയണ്ടല്ലോ. എന്താ അത്? ചുണ്ടിലടിക്കാൻ. ശരിക്കല്ലേ?
അത് നിങ്ങൾ തന്നെ റെഡിയാക്കി എടുത്താൽ മതി. ചുണ്ട് തമ്മിൽ ഇതാക്കി റെഡിയായിക്കോ. അതൊക്കെ അവനവർ ചെയ്യണേ നല്ലത്. ഏത് ഈ കളർ തന്നെ എടുക്കണമെന്നല്ല ഡാൻസ് ചേട്ടൻ, 3-4 കളർ ഉണ്ടായിരുന്നു. എനിക്ക് തോന്നി ഇതെടുക്കാൻ തോന്നില്ല, കുറവായിരിപ്പുണ്ട്. എന്റെ ഫേവറേറ്റ് കളറ് എല്ലാം അറിയാട്ടോ ഡാൻസ് ചേട്ടന്. എങ്ങനെയുണ്ട് ഗേസ്? അടിപൊളിയായിട്ട് മേക്കപ്പ് ചെയ്തല്ലോ. കുറച്ച് കഴിയുമ്പോൾ എനിക്ക് ബുക്കിംഗ് വരും തോന്നുന്നു മേക്കപ്പ് ചെയ്യാനുള്ള. ശരിയല്ലേ? കല്യാണത്തിനൊക്കെ ഞാൻ വിചാരിച്ചു കൊള്ളാക്കി തരൂന്ന്. പിന്നെ അടുത്ത എന്താണ് ചെയ്യാനുള്ളത്? എനിക്ക് ഒരു ഇതൊക്കെ കഴിഞ്ഞു. ഇനിയൊന്നുമില്ല, കഴിഞ്ഞ മേക്കപ്പ് മേക്കപ്പ് കഴിഞ്ഞാ എല്ലാം കഴിഞ്ഞ. അപ്പൊ ഓക്കെ ഡാൻസ് ചേട്ടന്റെ അഭിപ്രായത്തില് ഗേസ് നോക്കിയേ. കണ്ണൊക്കെ കാണിച്ചു കൊടുത്തേ. അങ്ങനല്ല, മുഖം ശരി കാണിച്ചു. അങ്ങനെ ഒറ്റ കാണിച്ചതാണ്. കണ്ണൂർന്നാണ് ഈ കണ്ണടച്ചാണ് കൊടുക്കാൻ പറഞ്ഞത്. ഞാൻ കണ്ണടച്ചു. ഫൗണ്ടേഷനൊക്കെ അടിപൊളിയായിട്ടില്ല ഡാൻസ് ചേട്ടാ. വിചാരിച്ച മേക്കപ്പ് വിചാരിച്ചതാണ്. ഇല്ല ഇല്ല. അപ്പോൾ ഞാനിത് ചെയ്തപ്പോ എനിക്കുണ്ടായ ഫീല് പറയാട്ടാ. ഞാനിവിടെ ഒരു പരതി കളിക്കുന്നത്, പിന്നെ എന്റേതായ ഒരു ഐഡിയാസും ഒക്കെ വെച്ചാണ് ഞാൻ ചെയ്തപ്പോൾ സത്യത്തില് ഓരോ കലയും ഒരു കല തന്നെയായിട്ട്. അപ്പൊ നമ്മൾ മേക്കപ്പ് ചെയ്യുന്ന ആർട്ടിസ്റ്റുകളുണ്ടല്ലോ, മേക്കപ്പ് ചെയ്യുന്ന ബ്യൂട്ടീഷ്യന്മാരുണ്ട്, അവരിന്ന് തൊഴിലൊക്കെ ഓരോ തൊഴിലും അതിൻ്റെതായ മഹത്വമുണ്ട്. ഓരോ ആർട്ടിസ്റ്റ്, അത് നിങ്ങൾ കുക്കിംഗ് ആണെങ്കിൽ കുക്കിംഗ്, മേക്കപ്പ് ആണെങ്കിൽ മേക്കപ്പ്, നമ്മൾ ആർട്ടാണെങ്കിൽ ആർട്ട്, എല്ലാത്തിനും ഓരോ കഴിവുണ്ട്. ഞാനിത് ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായത് ഈ മേക്കപ്പും ബ്യൂട്ടീഷ്യന്മാർ ചെയ്യുന്നതൊക്കെ ഓരോരോ കലകൾ, അവരൊക്കെ അപ്രീഷിയേറ്റ് ചെയ്യേണ്ടിയിരിക്കുന്നു. കാരണം ഓരോ കലക്കും അതിൻ്റെതായ മഹത്വമുണ്ട്. ഞാനിത് ചെയ്തപ്പോൾ ഒരു നിമിഷം ഇത് ചെയ്തപ്പോൾ അതിൻ്റെ സ്ട്രെയിൻ. അപ്പൊ ഈ ആർട്ടിസ്റ്റുമാര് സിനിമയിലും സീരിയലൊക്കെ എന്തോരം പണിയെടുത്തിട്ടായിരിക്കും അല്ലേ? കോണ്ടോറാണ് ചെയ്ത വരച്ചപ്പോരെ. അപ്പൊ എന്തോരം ബുദ്ധിമുട്ടിട്ടായിരിക്കും എനിക്ക് ഇഷ്ടമുള്ള കാര്യമാണത്. കോണ്ടോർ കുറെ ബുദ്ധിമുട്ടിട്ടായിരിക്കും അത് ചെയ്യുന്നത്. അതാണ് ഈ അവസരം എനിക്ക് ഓർമ്മ വന്നത്. അപ്പൊ കോണ്ടോർ ചെയ്യണം. വേണ്ട, കോണ്ടോർ അത്രയ്ക്ക് പോണോ? വേണ്ട. ഒരു ഫസ്റ്റ് എന്ന നിലയ്ക്ക് ഞാൻ ഇത്രയൊക്കെ ചെയ്തതില് എനിക്കൊരു സംതൃപ്തി ഉണ്ട്. നിങ്ങൾ കമന്റ് ചെയ്യണം. എനിക്ക് പേഴ്സണലി ഇഷ്ടമായി. നിങ്ങൾ ഗസ് ചെയ്യാ എനിക്ക് 10ൽ എത്ര മാർക്ക് തരാൻ സാധിക്കും ഈ മേക്കപ്പില്? എനിക്ക് 10ൽ പെൺകുട്ടികളായ നിങ്ങൾ ഇത് ഗസ് ചെയ്തിട്ട് പറയണം. എനിക്ക് ഈ 10ൽ ഞാൻ ചെയ്ത മേക്കപ്പിൽ 10ൽ എനിക്ക് എത്ര മാർക്ക് ഇടാൻ സാധിക്കും? അപ്പൊ നിങ്ങളത് കമന്റ് ചെയ്യണം. അപ്പോൾ ഞാൻ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടണമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ആ കുഞ്ഞു ബെൽ ബട്ടൺ അത് പൊട്ടിച്ചറിഞ്ഞേ കേട്ടോ. എന്താ പറയാ? പറഞ്ഞോളൂ. എനിക്ക് പറയാനൊന്നുമില്ല, എല്ലാം ഡാൻസ് ചേട്ടൻ തന്നെ പറഞ്ഞു. നിങ്ങൾ പറഞ്ഞു മേക്കപ്പിനെ കുറിച്ച് പറയാലോ. അപ്പൊ മേക്കപ്പ് എനിക്ക് ഇഷ്ടമായി. കണ്ട നല്ല ഫിനിഷിംഗ് ഉണ്ട്. ഫൗണ്ടേഷൻ ഇതൊക്കെ CC ക്രീം ഒക്കെ ഇട്ടൊക്കെ നല്ല അടിപൊളിയായിട്ടിട്ട് പിന്നെ കൺസീലർ ഇട്ട് തന്നു. കൺസീലർ ഇട്ടു. ഞാൻ അങ്ങനെ യൂസ് ചെയ്യാറില്ല കൺസീലർ. അപ്പൊ കൺസീലർ വരെ അടിപൊളിയായിട്ടിട്ട് അതൊരു കൺസീലർ ഇടുമ്പോ ഞാൻ വിചാരിച്ച് ഭയങ്കര ഇങ്ങനെ പാച്ചി ആയിട്ട് ഭയങ്കര ഇതായിട്ട് ഇരിക്കുന്നു വിചാരിച്ച്. പക്ഷെ ഒരു കുഴപ്പമില്ല, അടിപൊളിയായിട്ടിട്ട്. ഞാൻ ഒട്ടും പ്രതീക്ഷയില്ല ഡാൻസ് ചേട്ടൻ ഇത്രയും നന്നായിട്ട് മേക്കപ്പ് ചെയ്യുമെന്ന്. അപ്പോൾ എനിക്ക് മേക്കപ്പിന്റെ ഓർഡറുകളൊക്കെ എടുക്കാം. ഞാൻ വിചാരിച്ചു ഡാൻസ് ചേട്ടൻ കൊളാക്കും, ഒരു കോമഡി സൃഷ്ടിച്ച് കൊളാക്കുന്ന ഞാൻ വിചാരിച്ചു. ഞാനും പ്രതീക്ഷിച്ചാൽ ഇത്രയ്ക്ക് നന്നാവുമെന്ന്. പക്ഷെ ദിയ പറഞ്ഞപ്പോഴാണ് ലാസ്റ്റ് എനിക്കൊരു. അപ്പൊ ദിയ എനിക്ക് മാർക്ക് ഇട്ടു 10ൽ 9. ഞാനപ്പോ ഒരു 9 മാർക്ക് കൊടുക്കുന്നു. കാരണം കുറച്ച് കാര്യങ്ങൾ നമ്മൾ വിട്ടുപോയല്ലോ. ഇത് കാണുന്ന കൺസീലറും പിന്നെന്താണ് ഹൈലൈറ്ററും മാത്രമേ ഇടാനിട്ടുള്ളൂ. അത് നമ്മളിപ്പോ നോർമലായിട്ടൊക്കെ വീഡിയോ ചെയ്യാനൊക്കെ നമ്മൾ അതൊന്നും യൂസ് ചെയ്യാറില്ലല്ലോ. ഇപ്പൊ നോർമൽ മേക്കപ്പാണ് ഞാൻ ചെയ്തത്. അപ്പോ ദിയ എത്ര പെൺകുട്ടികളായ നിങ്ങളുണ്ടല്ലോ, നിങ്ങൾ കാണുമ്പോൾ അറിയാൻ പറ്റും ഈ മേക്കപ്പ് ചെയ്തതിന്റെ പോരായ്മകൾ മനസ്സിലാവും. എനിക്കൊന്നും മനസ്സിലായിട്ടില്ല, പക്ഷെ എനിക്ക് പറ്റാവുന്നതൊക്കെ ഞാൻ ഇപ്പൊ ചെയ്തു. എനിക്ക് നിങ്ങളൊരു മാർക്കാണ്. ഓക്കെ, എന്താണെന്ന് വെച്ചാൽ പറഞ്ഞ് അവസാനിപ്പിച്ചു. അപ്പൊ ഇന്നത്തെ മേക്കപ്പ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എനിക്ക് പേഴ്സണലി ഇഷ്ടമായി. ഇനി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കൂടി നിങ്ങൾ പറയുക. ഡാൻസ് ചെയ്യേണ്ട കലാവിരുദിനെ കുറിച്ചൊന്ന് കമന്റ് ചെയ്തേക്ക്. ഓക്കെ, അപ്പൊ ബൈ.